അത് ഇരുന്ന് ഒരാഴ്ച പോലും 2 ആഴ്ച പോലും കഴിയുന്നതിന് മുമ്പ് ഈ ഒരു പ്രവൃത്തി ചെയ്ത് ഒട്ടും ശരിയായില്ല. ആദ്യം ഒന്ന് കസേരയിൽ ഇരിക്കൊന്ന് ഉറക്കട്ടെന്ന് പറ. ഇതേ വിഷയം കോടിയേരി ബാലകൃഷ്ണൻ ഒരു വിഷയം വന്നില്ലേ, അന്ന് പിണറായി വിജയൻ പറഞ്ഞ എന്തിന് വണ്ടികൾ സ്വകാര്യ വാഹനങ്ങൾ അടിച്ചുപൊട്ടിക്കരുതെന്ന് പണ്ടേ കോടതി ഉത്തരവുള്ളതാണ്. ആരായിരുന്നാലും ടാക്സി വാഹനങ്ങളിൽ ജീവിക്കാൻ കൊണ്ട് നടക്കണല്ലേ. എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ടൊന്ന്, പിന്നെ ആവശ്യമില്ലാത്ത സംഗതികളെല്ലാം പൊട്ടിച്ച് കളയണം. അപ്പോൾ അത് അവയിടിയൊക്കെ വന്നത് ചിലപ്പം കാരണങ്ങൾ കാണുമായിരിക്കും. ഇന്നലെ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ വീടുകളിൽ റെയ്ഡ് നടന്നായിരുന്നല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് എങ്ങനെയല്ലോ, ഇത് ആസൂത്രിതമാണെന്ന് തോന്നുന്നുണ്ടോ? ഇതിലെന്താ ആസൂത്രിതം? കാരണം നിലവിലുണ്ടായിരുന്ന എത്രയോ മാസങ്ങൾക്ക് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ നിൽക്കുകയല്ലേ. അപ്പോൾ അത് കോടതി അതിനുള്ള അനുമതി കൊടുത്തു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റെയ്ഡ് നടത്തിയേക്കണം. അത് അവരുടേതായ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥർ, ആ ഉദ്യോഗസ്ഥർ ചെയ്യുന്നതിനകത്ത് എന്താ ആസൂത്രിതം? അതൊന്നുമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ രാഹുൽ ഗാന്ധിനെ എത്ര മണിക്കൂറോളം കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് അവർ ഈ ഡിപ്പാർട്ട്മെൻറ്റ് പറയുമ്പോൾ അതനുസരിച്ച് അതിനോട് സഹകരിക്കുകയല്ലേ വേണ്ട. അല്ലാണ്ട് ഇപ്പോൾ കാണിച്ചു വിട്ടതൊക്കെ വലിയ അക്രമമല്ല, അത് ചെയ്യാൻ പാടില്ലത്. തീർച്ചയായും ആവശ്യമാണ്, തീർച്ചയായുള്ള കാര്യമാണ്. എത്ര കോടി രൂപയാണ് അവർ ആക്കിയത്? ഫുൾ അഴിമതിയല്ലേ നടന്നത്. ഇതിന് പാർട്ടിക്കാർ ഇടപെടേണ്ട കാര്യം എന്തിന്? ഇതിന് പാർട്ടിക്കാർ ഇടപെടേണ്ട ഒരു കാര്യമില്ല. ഇത് പാർട്ടി വിഷയമല്ല, അങ്ങനെ മോളെ വിഷയമാണ്. ഇത് പാർട്ടി ചെയ്തിട്ട് കേരളത്തിൽ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. ഇതേ വിഷയം കോടിയേരി ബാലകൃഷ്ണൻ ഒരു വിഷയം വന്നില്ലേ, അന്ന് പിണറായി വിജയൻ പറഞ്ഞ എന്തിന് പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഈ വിഷയം മാറ്റത്തിന് പാർട്ടി ഇടപെടുന്നത് ഇത് ജനം തിരിച്ചറിയും, അത്രമാത്രം അറിയാതെ. വെളുപ്പിക്കാനുള്ള ശ്രമമാണെന്ന് അതിൻ്റെ ഉള്ളിൽ കളിക്കുന്നൊരു കളിയുള്ളത്. അങ്ങേര് ഇപ്പോൾ ആകെ ആർക്കും വേണ്ടാത്തൊരു ഇതാണുള്ളത്. ഇത് അങ്ങനെ വെളുപ്പിക്കാൻ അതും ഒരു സംശയമുണ്ട്. അതൊക്കെ ജനങ്ങൾ ചിന്തിക്കണം. EDയുടെ കാര്യങ്ങളാണല്ലോ, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ എന്താണ് അതിൽ വ്യക്തമാക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, ഈ അന്വേഷണത്തിന് ഇത്രയും ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പബ്ലിക് അത് ചെയ്തത് വളരെ മോശമായിപ്പോയി. അത് വളരെ വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം. ഇത് ഇപ്പോൾ ഒരു കുറ്റം ചെയ്യാത്ത ഒരാളിന് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിരവധി ആരോപണങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. മകൾക്കെതിരെയും ഈ പിണറായി വിജയനെതിരെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുവരും ശരിയായിട്ടൊരു അന്വേഷണമൊന്നും നടക്കാതിരുന്നൊരു സാഹചര്യമാണ്. ഇപ്പം ED നിർബന്ധമായിട്ട് തന്നെ ഈ കേരള പോലീസിനെ പോലും അറിയിക്കാതെ ഇത്തരമൊരു റെയ്ഡിലേക്ക് തയ്യാറായത്. അപ്പം തെറ്റ് ചെയ്യാത്ത ഒരാളിന് അത് പേടിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, മടിയിൽ കനവില്ലാത്ത ഒരാളിന് പേടിക്കേണ്ട അദ്ദേഹം തന്നെ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം പൂർണ്ണമായിട്ട് തെറ്റ് ചെയ്ത് കാണും. അതുകൊണ്ട് അവരെ ജനങ്ങളെ വെച്ച് സംരക്ഷിച്ച് നിർത്താനാണ് അവർ ശ്രമിച്ചത്. മാത്രമല്ല, അക്രമത്തിലൂടെ ഒരു കാര്യവും ഇവിടെ ഈ രാജ്യത്ത് നേടിയെടുക്കാൻ കഴിയില്ല. ശാന്തി സമാധാനത്തിലൂടെ മാത്രമേ ഈ രാജ്യത്ത് എന്ത് കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയില്ല. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് അവയിടിയൊക്കെ വന്നത് ചിലപ്പം കാരണങ്ങൾ കാണുമായിരിക്കും. പിന്നെ അക്രമം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് തെറ്റായിപ്പോയി. വണ്ടിയൊക്കെ ആക്രമിച്ചത് അതിപ്പോൾ അവരെ ജോലി അവർ ചെയ്യുന്നു. അത് പിണറായിയെ പിടിച്ചുകൊണ്ടൊന്നും പോയില്ലല്ലോ. അവർ ട്രേഡ് നടത്തിയിട്ട് തിരിച്ച് പോവേയല്ലേ, അപ്പോഴല്ലേ ഈ സംഭവം നടക്കും. അത് യോജിക്കാൻ പറ്റില്ല. ഒന്നും കണ്ടിട്ടില്ല. നിങ്ങൾ അതൊക്കെ പറയണത് കേൾക്കണം. അത്ര എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? നമുക്കൊന്നും പറയാനില്ല. എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ടൊന്ന്, പിന്നെ ആവശ്യമില്ലാത്ത സംഗതികളെല്ലാം പൊട്ടിച്ച് കളയണം. അവർ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതല്ലേ, നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്, അതിൽ എതിർക്കേണ്ട കാര്യമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയനെ വെളുപ്പിക്കാനുള്ളൊരു നീക്കമാണെന്ന് തോന്നുന്നു. അറിയില്ല, അത് കാലം തെളിയിക്കട്ടെ എന്താണെന്നുള്ളത്. സത്യം പുറത്തു വരട്ടെ, അതിനോട് സഹകരിക്കുകയല്ലേ വേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു നിയമപരമായ നടപടിയില്ല. അപ്പോൾ അത് പിന്നെ കോടതി സ്റ്റേ നീക്കിയപ്പോൾ യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ്. അത് മാന്യമായി പാർട്ടി പ്രവർത്തകർ അതിനെ കാണണം. മടിയിൽ കനമുള്ളവനല്ലേ പേടിക്കേണ്ട കാര്യമുള്ളൂ. നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ പുള്ളി ഇങ്ങനെ വാദോരാതെ പറഞ്ഞിട്ട് നടക്കുകയാണ്. അപ്പോൾ അത് നീതിപൂർവമായ ഒരു നടപടിക്രമമാണ്. അദ്ദേഹത്തിൻ്റെ നിയമപരമായി അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഈ പറയുന്ന ഞാൻ നിരപരാധി എൻ്റെ കൈ ശുദ്ധമാണെന്ന് പറയുന്നത് ഇത് പ്രാവർത്തികമാകണമെങ്കിൽ ഇത് അന്വേഷിക്കണ്ടേ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. അവരെ വന്ന് റെയ്ഡ് ചെയ്ത് അങ്ങ് പോയാൽ പോരെ. എന്തിനാണ് ഈ അടിയും പിടിയും അക്രമവും എല്ലാം? എന്തിനാണ് പിന്നെ എന്തിനാണ് ഈ അടിയും പിടിയും? വണ്ടികൾ സ്വകാര്യ വാഹനങ്ങൾ അടിച്ചുപൊട്ടിക്കരുതെന്ന് പണ്ടേ കോടതി ഉത്തരവുള്ളതാണ്. ആരായിരുന്നാലും ടാക്സി വാഹനങ്ങളിൽ ജീവിക്കാൻ കൊണ്ട് നടക്കണല്ലേ, അവനെ ഉപദ്രവിക്കുക. പാർട്ടി ആവേശം കൊള്ളുന്നത് ന്യായകരമായിട്ടുള്ള കാര്യത്തിനായിരിക്കണം.
അനീതിക്ക് കൂട്ടു നിൽക്കരുത്. 10 വർഷം അയാൾ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളല്ലേ. അങ്ങേർക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. അങ്ങേർക്ക് ഇത് അധികാരത്തിരിക്കുമ്പോഴത്തേക്കും ED വന്ന് ചോദ്യം ചെയ്യാനായിട്ട്, മകളെ ചോദ്യം ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പം അങ്ങേർക്കറിയാമല്ലോ ഇത് അക്രമശക്തമാക്കരുതെന്ന് പിണറായി വിജയനെ തന്നെ അണികളോട് പറയാനുള്ളൊരു സന്മനസ് ഉണ്ടാവണമായിരുന്നു. അത് ചെയ്യാത്തത് ഏറ്റവും വലിയ തെറ്റാണ്. അവരൊക്കെ അന്വേഷിക്കണമെന്ന് പരാതിയുടെ പുറത്തല്ലേ അന്വേഷിക്കുന്നു. പരാതിയുടെ വെറുതെ അന്വേഷിക്കുന്നതുകൊണ്ട് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. പരാതി ഇപ്പം എന്തായാലും ഇപ്പം എനിക്ക് തന്നെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ഇപ്പം പോലീസ് വന്ന് അന്വേഷിക്കില്ല. അതേപോലെ തന്നെ അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കും. അതിനെക്കുറിച്ച് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. പരാതി ഉള്ളതുകൊണ്ടുള്ള റെയ്ഡൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് അതിൽ തെറ്റൊന്നുമല്ല, ന്യായമായ കാര്യം. ഇനി കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ അത് പിന്നീട് അറിയുന്ന കാര്യം. റെയ്ഡ് നടന്നത് ന്യായമായ കാര്യമാണ്, അതിന് സഹകരിക്കണം. ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് സർക്കാർ പറയേണ്ട കാര്യമാണ്. നമ്മൾ കേവലം ഒരു ഇൻഡിവിജ്വൽ അല്ലേ, നമുക്കതിനെ പറ്റി ഒരു അഭിപ്രായവും പറയാം. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. അല്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം, കുറ്റക്കാരാണെന്നുള്ള. നമ്മുടെ ഒരു 10 വർഷത്തെ ഭരണം ഒരു കാരണം തന്നെയാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും വലിയ ഞാനാണ് എല്ലാം, ഞാനാണ് വലിയവൻ എന്നുള്ള ഒരു അഹംഭാവം ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ആസൂത്രിതമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ആസൂത്രിതമായാലും ഇത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു ഇപ്പോഴത്തെ എപ്പോഴും നമ്മൾ എന്തെങ്കിലും മുൻകൂട്ടി ഇത് ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല. അതുകൊണ്ട് ഇത് ഒരു നിയമം എന്താണെന്ന് അറിഞ്ഞ് ഇത് എന്താണ് ഇതിനുള്ള നിയമത്തിൽ ഇത് മുന്നിൽ വരേണ്ടവർ വരട്ടെ എന്നുള്ള ഒരു ഇതുള്ള ആൾ തന്നെയാണ്. ഈ 10 വർഷമായിട്ടും ED എന്ന് പറയുന്നതല്ലാതെ അത് വന്നിട്ടില്ല. പക്ഷേ അതിപ്പോഴും രാഷ്ട്രീയത്തിൻ്റെതായിരിക്കാം. കാര്യം അടുത്ത വന്നത് UDF ആണല്ലോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉള്ള ധാരണയും കാര്യങ്ങളൊക്കെ ഉള്ള ശരിയാണ്. എങ്കിൽ പോലും ഇതും രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതാവാം. എങ്കിലും ഇതൊരു ആവശ്യമുള്ള കാര്യം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആവശ്യമാണെന്ന് തോന്നുന്നു. കുറ്റം ചെയ്തുള്ളവർ ശിക്ഷിക്കപ്പെടണം. അതിന് വേണ്ടിയിട്ട് അത് അന്വേഷണം നടക്കട്ടെ. കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെടണം. ബിനീഷ് കോടിയേരിയുടെ പേരിൽ നടപടി വന്നിട്ട് പാർട്ടി ഏറ്റെടുത്തിട്ടില്ല. ആ ഒരു കുടുംബമാണ് ഏറ്റെടുത്തത്. അപ്പോൾ വ്യക്തമല്ലേ അത് പാർട്ടിയെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇവർ ഒരു വ്യക്തിയുടെ പേരുള്ള കേസിന് ചൂട്ടുപിടിക്കുന്നതാണ്. മോശമായ ഒരു സംഭവമായിപ്പോയി. അത് അങ്ങനെ ചെയ്തുകൂടാത്തതാണ്. ഉത്തരവാദിത്തമുള്ളവർ അങ്ങനെ ചെയ്തുകൂടാ. ഭരണത്തിലൊക്കെ ഇരുന്നവരല്ലേ, അത് ചെയ്തുകൂടാത്തതാണ്. തീർച്ചയായിട്ടും ആവശ്യമായിരുന്നു. എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്ത പ്രവൃത്തിക്ക് കൊടുത്ത ശിക്ഷ അത് തന്നെയാണ്. അയാൾ കാണിച്ചു കൂട്ടിയതിന് കിട്ടി, അത്ര തന്നെ. ഭരണം ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഭരണം മാറിയപ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവർ ചെയ്തു. അതാവശ്യമായിരുന്നു. ഇമേജ് കൂട്ടാനുള്ള ഒരു പരിപാടി ആയിരുന്നു. അതെ, ഇമേജ് കൂട്ടാൻ വേണ്ടി തന്നെയാണ് അത് ചെയ്തത്. പക്ഷെ അത് പാളിപ്പോയി. സാറേ, ഒരാൾ തിരിച്ചു പറയും, പക്ഷേ ഇത് ആസൂത്രണമായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഇത്രയും കാലം 10 വർഷം ഇരുന്നായിരുന്നു. ഇതുവരെ ഇല്ലാത്ത ഈ ഒരു കാര്യം ഇപ്പം കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഇത് ചെയ്യേണ്ട കാര്യമല്ല ഉണ്ടാകും അല്ലേ. ഇത് ആസൂത്രണമായിട്ട് ചെയ്തതാണ്. ഇത്രയും നാൾ കേന്ദ്ര ഗവൺമെൻറ് മൂടി വച്ചിട്ട് ഇപ്പം അതിനെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഇപ്പം ചെയ്തതാണിത്. ഇത് രാഷ്ട്രീയ ഇത് തന്നെയാണ്, ഇല്ലയെന്ന് പറയാതിരിക്കാൻ ഒക്കില്ല. 8-9 വർഷം കൊണ്ട് അതിൻ്റെ പുറകെ ആളുകൾ നടക്കുകയില്ല. അതുകൊണ്ട് അവർ ചെയ്തായിരിക്കും. നിലവിൽ വലിയ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സ്വാഭാവികമായിട്ട് വൈകാരികമായ പ്രശ്നങ്ങൾ വരുമ്പോൾ അതുണ്ടാവും. സ്വാഭാവികമല്ലേ. ആസൂത്രിതമായ റെയ്ഡായിരുന്നു. പിണറായി വിജയൻ്റെ മകളുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. പക്ഷേ ഇപ്പം ഒരു രാവിലെ 7 മണി മുതൽ ബന്ദിയാക്കി വെച്ച് നടത്തിയതിനോട് ന്യായീകരിക്കാനാവില്ല. നമ്മൾ യോജിക്കുന്നില്ല. ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടെന്ന് വരുന്നുണ്ടോ? വാസ്തവം ഇവർ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയ്ക്ക് വസ്തുതാപരമായി ഒന്നിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇന്നലെ ഒന്നും കണ്ടില്ല എന്നാണ് പറയുന്നത്. അവരുടെ രേഖകളൊന്നും ഇല്ല. പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്കറിയില്ല. സത്യം 5 വർഷം കൊണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഇവർക്ക് തെളിവോ ഒരു കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. വീണ്ടും അവർക്ക് എന്തോ തെളിവുണ്ട്, തെളിവ് കിട്ടിയിട്ടില്ല. അവരുടെ പക്ഷത്ത് ഇതിലെന്തോ സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് അവർ നിരന്തരം ചെയ്യുന്നത്. അവരുള്ള അത് ഭയങ്കര അഹങ്കാരമായിപ്പോയി. അത് ചെയ്ത പ്രവൃത്തി അല്ലേ. അത് ഇരുന്ന് 1 ആഴ്ച പോലും 2 ആഴ്ച പോലും കഴിയുന്നതിന് മുമ്പേ ഈ ഒരു പ്രവൃത്തി ചെയ്ത ഒട്ടും ശരിയായില്ല. ആദ്യം ഒന്ന് കസേരയിൽ ഇരിക്കൊന്ന് ഉറക്കട്ടെന്ന് പറ. അതാണ് ചെയ്യേണ്ടത്, സതീശൻ ചെയ്യേണ്ടത്. അല്ല, ഞങ്ങൾക്ക് ഇതിലൊന്നും പറയില്ല. ഇത് വെറും അഹങ്കാരം തന്നെയാണ് ചെയ്തത്. ഇതിന് ആവശ്യത്തെ CPM മറ്റേ അവർ അന്വേഷിക്കേണ്ട കാര്യമില്ല. VD സതീശന് ബന്ധമില്ലല്ലോ. VD സതീശന് യാതൊരു ബന്ധമില്ല. പക്ഷേ ബന്ധമുള്ള മറ്റേ കേന്ദ്ര ഗവൺമെൻറ് ഇതില്ലേ, അപ്പോൾ അവരെല്ലാം അന്വേഷിക്കില്ല. അവരതിൽ VD സതീശന് യാതൊരു ബന്ധവുമില്ല.
അപ്പോൾ അത് നല്ല കാര്യമാണ്. ആ പോകാത്ത അവർക്ക് അന്വേഷിക്കുന്നത് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് പ്രൊട്ടക്ഷൻ വെച്ചാൽ വിട്ടുകൊടുക്കുമായിരുന്നു. അതില്ലല്ലോ.